ഓ മൈ ഗോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു യാത്രക്കിടയിൽ കൂട്ടുകാരനെ കാണാനെന്ന് പറഞ്ഞ് ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ കൂട്ടുകാരനുമായി മദ്യപിക്കുന്നു. ഇതൊന്നും അറിയാതെ വണ്ടിയിലിരിക്കുന്ന ഭാര്യയ്ക്ക് ഓ മൈ ഗോഡ് ടീം നൽകുന്ന പണിയാണ് ഇന്നത്തെ എപ്പിസോഡ്. എവിടെ നീ കേട്ടോ കുറെ സാധനളിയാ അടിച്ചു വീട്ടായിക്കോട്ട് വാളും വെച്ച് നാശക്കോട്ടായി കിടക്കും. അത് നീ ഒന്നാടി എനിക്ക് ഒഴിച്ചു ഞാൻ ഒഴിച്ചു വെച്ചടാ. എനിക്ക് ഒഴിച്ച നീ അടി. എടാ നിന്നെ അവന് ബിയർ വേണം സാധനത്തിനോട് ആദ്യം ലിക്കർ അടിക്കും. പോത്തു ബീഫാ എവിടെ എങ്ങോട്ട് പോയാടെയാ? നീ വിളിച്ചപ്പോ നീ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അല്ലെ എവിടെ പോണ? ചെങ്ങന്നൂരാ. പഴയ സുഖം തന്നെ ഒന്ന് എന്നാ വീട്ടിൽ പോയി ചോദിച്ചാൽ കുടിക്കുമല്ലോടാ. ചെങ്ങന്നൂരാണ് എന്നെ ഇവിടെ കൊണ്ടുപോടാ. എന്നല്ലേ എന്തിനാ സിനിമ കാണാനാ? നിന്നെ ബോധം പിഴന്ന് നിന്നെ കുളിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഞാൻ പിന്നെ കുറേ നാളായി നിന്നെ കണ്ട. അങ്ങനെ നിന്നെ ഒന്ന് പിടിച്ചു നോക്കിയ എനിക്കൊരു കൂട്ടായി. ഇവ ഓഫായി, ഇവ ഓഫായി. പിന്നെ എനിക്ക് ഞാൻ ഒറ്റക്കായി പോയി. വീട്ടുകാരും ഇല്ല, അവള് ജോലിക്ക് പോയി. ഓ അവൾ വരുന്ന അവൾ ഇനി വൈകിട്ട് ഞാൻ രണ്ട് ഇവിടെ കിടന്ന് 2 സീറ്റ് എടുത്ത് വിറ്റ്. അതാണ് പിന്നെ വൈകുന്നേരത്ത് വാങ്ങിച്ചു. അവളുടെ ചോദിച്ചാൽ അവൾ പൈസയും തരില്ല. ഇനി എൻ്റെ സാധനം വിൽക്കണേന് ഞാനും ചോദിക്കണം. നീ കൂടി നിന്നെ നീ കൂടി. ഓർമ്മകൾ പെയ്തുണരുന്നു എൻ കനവിൻ്റെ എന്തോന്നാണ് ഇവിടെ പരിപാടി? നീ ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പോയത്? നീ അവനൊന്നും പോലെ അവൻ ഇപ്പം വന്നോ. അതുകൊണ്ട് അതിനെ ഒരു സൈഡിൽ കിടത്തിയല്ലേ നിങ്ങള്? ചുമ്മാ അവിടെ വന്നടാ. നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് മനുഷ്യ? കണ്ണി കണ്ടവരെയൊക്കെ വിളിച്ച് ഇവിടെ ഇട്ട് ഇങ്ങനെ കുടിപ്പിക്കുന്ന എന്തിന്റെ കേടാണ്? ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ, ഇവിടെ ഒരു പെങ്കൊച്ചുള്ള തന്നെ, നിങ്ങളൊരു സഹോദരി കൊച്ചു ഇവിടെ ഉള്ളത് തന്നെ, കല്യാണപ്രായ ഒരു കൊച്ചുള്ള തന്നെ. ഇവനെയൊക്കെ എന്താ അർത്ഥത്തിൽ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കുടിപ്പിക്കുന്നത്? അവള് വീട്ടിനകത്തല്ലേ ഇരിക്കുന്ന. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നിനക്ക് വീടില്ലേടാ? നീ ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിന്നെ ഞാൻ ഇറക്കി വിട്ടത് തന്നെ. പിന്നെ നിനക്ക് നാണം ഇല്ലാതെ എന്തിനാടാ പിന്നെ ഇവിടെ കയറി വന്നത്? അവനൊന്നും പറയരുത്. ചുച്ചിയില്ല നിങ്ങളോ. നീ വേറെ വഴിക്ക് പോണെങ്കിൽ ആ വഴിക്ക് പൊക്കിയാണ്. എന്തിനാ ഇവിടെ കയറി വന്നത്? നീ ആരൊക്കെ വന്നത്? നീ ഒറ്റയ്ക്ക് വന്നാ? അവിടെ ഒരു കാറ് കിടക്കുന്ന അരതിന്റെയാണോ? അതിൽ വേറെ ആരുണ്ട്? അനു ആര്? അവൾ അതിനകത്തുണ്ടാ? അപ്പൊ അവളെ അടുത്താണ് എനിക്ക് കുറച്ച് കാര്യം. എന്തേലും ആവശ്യമില്ല. മിണ്ടരുത്. നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ അതിഥിയല്ല. നിങ്ങൾക്ക് ഈ കുടിക്കാൻ ബീഫ് എടുത്ത് തിന്നാ. ചോറിന് വേണ്ടിട്ട് തന്നെ കൊച്ചിന് നിങ്ങൾക്ക് കൂടെ ഞാൻ എടുത്ത് വെച്ചിരുന്നത്. നിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് അവിടെ എടുത്തിട്ട് നീ എന്തിനാണ് അവിടെ ഒന്ന് കുടിക്കാനായിട്ട് വന്നത്? നിന്റെ എല്ലാം ഞാൻ ഇന്ന് അവിടെ എടുത്ത്. മാളു ഇങ്ങോട്ട് ഇറങ്ങി വന്നാണ്. നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ ഇവിടെ നീ ഇറങ്ങി പോണ്ടേ? ഇവിടെ നിന്റെ അവിടെ പുറത്താണ്ടേ കാറിൽ എവന്റെ ഭാര്യ ഇരിപ്പുണ്ടെന്ന് വിളിച്ചോണ്ട് വന്നാണ്. എന്തായാലും അടങ്ങിയിരിക്കടെ. നീ അവിടെ അടങ്ങിയിരി. ഇന്ന് നിങ്ങളെ കൂടിയും എല്ലാം ഞാൻ നിർത്തിച്ചേരാം. ടെക്നീഷ്യൻ്റെ കൂടെ അല്ലേ വന്ന്? അതെ. ഒന്ന് വരുമോ? എന്താ കാര്യം? ഒരു കാര്യം ഉണ്ടെന്ന് വരുമോ? ഒന്ന് അവിടെ തന്നെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എന്താ കാര്യം?
കാര്യം അവിടെ എത്തുമ്പോ മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. നിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് നിന്റെ ഭാര്യ ഇന്നലെ രാത്രി ഒന്നും ചോദിച്ചില്ല. ഇത്ര കുടിച്ച് കൂത്താടി അവിടെ അത്രയും ഛർദ്ദിച്ചിട്ടിട്ട് പോയിട്ട് നിന്റെ ഭാര്യ ഒന്നും ചോദിച്ചില്ലേ? പിന്നെ ഞാൻ ഛർദ്ദിച്ചത് ഇവിടെ മൊത്തം ഛർദ്ദിച്ചു വാരിട്ടിരുന്നത്. പിന്നെ നിന്റെ ഭാര്യ ഒന്നും ചോദിച്ചില്ലേടാ? നീ ആ പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് നീ ഈ വേലത്തരം കാണിക്കാൻ ഇവിടെ കയറി വന്നാ? എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു നീ ഈ വീട്ടിൽ കയറി പറഞ്ഞില്ല, അപ്പുറം ആൾക്കാരുണ്ട്. കൊച്ചിന്റെ ഹസ്ബൻഡ് അല്ലേ ഈ ചെറുക്കം ഉണ്ടല്ലേ? എന്റെ നീ ഇവിടെ ഇരിക്കടാ, ഇവിടെ ഇവിടെ കയറി ദേഹത്തോടല്ലെന്നാ. ഇവിടെ എന്നും ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് വരും. ഒരു 3 മണിയൊക്കെ 2:30-3 മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോണത്. ഇങ്ങേരോടെ കൂടി സാധനം മേടിച്ചോണ്ട് വരും, ഇങ്ങേർക്ക് കൊടുക്കും, കുടിപ്പിക്കും. ഇങ്ങനെ ഇവിടെ ഇലക്ട്രീഷ്യൻ പണി ചെയ്തോണ്ടിരുന്ന മനുഷ്യൻ ഇന്നലെ രാത്രി നീ ഇവിടെ നിന്ന് എപ്പാ പോയത്? നിന്നെ ഈ എത്ര ചീത്ത പറഞ്ഞ് ഓടിച്ചാലും നിനക്ക് നാണം ഇല്ലാത്ത എന്താടാ? വിളിച്ചിട്ടല്ലേ വരുന്നത്? ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വരും. ഞാൻ ജോലിക്ക് പോകുന്നു. 12 മണിയാകുമ്പോഴാണ് വീട്ടിലുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ വരുന്നത്. ഇപ്പൊ കുറച്ചു ദിവസമായി വന്നിട്ട് ഒരു 12 മണിക്കൊക്കെയാണ് വരുന്നത്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, രാത്രിയാണ് പോയത് ഇവിടുന്ന്. ഇങ്ങനെ പിന്നെ വിളിച്ചു വരുത്തുന്നത് ഞാൻ എന്തേ ചെയ്യാൻ പറ്റും? അടിക്കാൻ പറ്റുമോ എനിക്ക് അവനാ? യവനെ പോലൊക്കെ എന്റെ പൊന്നെ. ആണ്ട് ഒരു കല്യാണം കഴിക്കാൻ പ്രായമായ കൊച്ചാണ് ഇങ്ങനെ സഹോദരി. അവന് കുടിച്ചു കഴിഞ്ഞാൽ അവന് ബോധമില്ല. അവൻ അതെടുക്കാൻ പോണേ ഇതെടുക്കാൻ പോണേ. എന്റെ അടുത്ത് അവള് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണോന്ന് പറഞ്ഞോണ്ട് അകത്ത് കയറി വരും, ദേഹത്തൊക്കെ തൊടും. നിങ്ങളടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇന്നലെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്ന് ചോദിക്കും വെള്ളം വേണം, തവി തരുവോ, കറി വല്ലതും ഉണ്ടോ? ഇപ്പൊ നീ ഏതോ ഒരു സ്ഥലത്ത് പോകാനായിട്ട് നിന്നു എന്ന് പറഞ്ഞാണ്ട് ഒരെണ്ണത്തിനെ കുടിച്ച് ഏതോ സ്ഥലത്ത് പോകാനെന്നും പറഞ്ഞ് ഈ പെങ്കൊച്ചിനെയും കൊണ്ട് വന്ന് എന്തോന്ന് ഇപ്പൊ സംസാരിച്ച ഞാൻ ഇപ്പൊ വന്നോണ്ടല്ലേ ഇത് കണ്ടത്. എന്തോന്നാണ് നിന്റെ ഉദ്ദേശം? എന്തോന്നാണ്? നീ അവിടെ ഇരി ദേഹത്ത് തൊട്ട് കളിക്കണ്ട. നീ അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. പിടിക്കുന്നെന്തിനാ? എന്റെ വീട്ടിൽ ഇത് കാണിക്കുമ്പോ പിന്നെ ഞാൻ മിണ്ടാതിരിക്കണം? ഇതൊക്കെ കാണിച്ചാൽ എന്ത് തെളിവാ ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ തെളിവല്ലേ? ഞാൻ വന്നപ്പോ ഇവർ അടിച്ചോണ്ടിരിക്കല്ലേ? എന്റെ ഹസ്ബൻഡ് ഒരിക്കലും അത്ര ഓവറായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. ഒരു പെണ്ണിന്റെ അടുത്ത് അങ്ങനെ അപമര്യാദ പെരുമാറത്തതും ഇല്ല. എന്റെ പൊന്നു ചേച്ചി, എന്റെ അടുത്ത് വന്ന് എന്തൊക്കെ വൃത്തിയോട് ഇയാൾ തരും പറയുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഒറ്റ എണ്ണത്തിന് ബോധമില്ല. അതാണ് നിന്റെയൊക്കെ പ്രശ്നം. ഇപ്പൊ ഈ ഇരിക്കുന്നത് അപ്പൊ കുടിയല്ലേ? ഞാൻ വന്നപ്പോ ഇവനും ഇയാളൂടെ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങോട്ട് ഒരു പെഗ്ഗം കുടിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ ഒരു പെഗ്ഗം അടിച്ചു പോയത്, അല്ലാതെ വേറെ. നീ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച? അങ്ങനെ സാധനം കണ്ടപ്പോ ആദ്യമായിട്ട് കാണും, അതുകൊണ്ട് ഉച്ചകൊള്ളൊന്നും അങ്ങനെ ഒരു പെഗ്. നീ ഇപ്പൊ കുടിച്ചോ? സാധനം കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് ഇത്രയും പറയേണ്ട കാര്യമൊന്നും ഉള്ളൂ. എന്തേലും പറയേണ്ട കാര്യമില്ല. ഇന്നലെ ഇവിടെ മൊത്തം നീ ഛർദ്ദിച്ചു വെച്ചാ? ഞാൻ ഛർദ്ദിച്ചൊന്നും ഇല്ല, നിങ്ങളുടെ നാട്ടെ കെട്ടിയോനാക്കി ഛർദ്ദിച്ചത്. നീ എന്നെ ഇങ്ങനെ ഇത്രയും കുടിയാനാക്കിയത്? അതിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ കൂട്ടിനെ വരും. അത് വിളിച്ചു കഴിഞ്ഞാൽ കൂട്ടിനൊരു ഇതെന്തോന്നാടാ? ജോലിക്കാ വിളിക്കുന്നത്? കുടിക്കാനല്ലേ വിളിക്കുന്ന? നീ അപ്പൊ ഒരു കൊച്ചു ചേർക്കാനല്ലേ? നീ അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? അങ്ങോട്ട് ഇരിയോടാ, പോവാന്നാ. എടാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. എന്തായാലും പോയിട്ട് വരട്ടെ. പോയിട്ട് വരാം. എന്തോന്ന് പോയിട്ട് വരട്ടെ? അതുകൊണ്ട് ഒരെണ്ണത്തോണ്ട് അവിടെ ബോധം ഇല്ലാണ്ട് കിടക്കുന്നു. ഇത് എന്തോന്നാടേ? ഇത് ബാറാ? മദ്യശാല നീ അവിടെ എഴുതി വെക്കട്ടെ. നീ അവിടെ ഇരി. നീ എവിടെ പോണ്? ചേച്ചി എപ്പ വരും ജോലി കഴിഞ്ഞിട്ട് എന്നൊക്കെയാണ് എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, അടുക്കളയിൽ വന്ന് നിന്നുകൊണ്ട്. വെള്ളം ചോദിച്ചല്ലേ? അല്ല അത് ഇവൻ തന്നെ പറഞ്ഞിട്ടല്ലേ വന്ന് ചോദിക്കുന്നത്, അല്ല ഞാനായിട്ട് എന്തേ വന്ന് ചോദിച്ചാ? അങ്ങേർക്ക് ബോധമില്ല. ഒരു പെങ്കൊച്ചുള്ള നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ ഉണ്ടല്ലേ, ഇങ്ങനെ വന്നു ഇരിക്കട്ടെ ഇത് കണക്ക് കുടിക്കാനായിട്ട്. നീ പറട്ടാ. നിങ്ങളെ വീട്ടിലല്ല ഞാൻ കയറി വന്നത്, ഞാൻ എന്റെ വീട്ടിൽ വന്ന കണ്ട കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊന്നും പറയില്ല അല്ലേ? എന്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ പയ്യെ സംസാരിപ്പിക്കുന്നാടാ? നീ അല്ലാത്ത ദിവസം ഇവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പല പ്രാവശ്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ കയറരുതെന്ന്. ഇന്നലെ രാത്രി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി മേലെ നീ ഇവിടെ കയറി പോരുതെന്ന്. അവിടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. എന്തായാലും പോരെ? ഓ ഈ കുടിച്ചിരിക്കുന്ന ഇങ്ങനെ എന്തായാലും മനസ്സിലാക്കാനായിട്ട്. ഇവിടെ നിന്ന് ആരും പോവില്ല. രണ്ടടി കൊടു ചേച്ചി. എന്റെ അടുത്ത് ഇത്രയും പെരുമാറിയിട്ട് താണ്ട് എന്റെ ചേട്ടനെന്ന് പറയണോ? അടിച്ചാൻ വിട്ടേരും കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയത്തിന്റെ അടുത്ത് നീ വരേണ്ട ആവശ്യം തോന്നുന്നു. അല്ല ഞാൻ പിടിച്ചു എന്തിനാ പറയുന്നത്? പറയാൻ വെച്ചാൽ മാന്യമായിട്ട് കാര്യം പറ.
അല്ലാതെ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ല. എന്റെ ഭാര്യ നിൽക്കല്ലേ ഇയാളാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാര്യയുടെ മുന്നിൽ അനാവശ്യമായ കാര്യങ്ങൾ പറയേണ്ട ആരുമില്ല. അപ്പൊ ചെയ്യാവോ എനക്ക്? ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ലേ? എന്ത് ചെയ്ത്? നീ കാണിക്കുന്നൊക്കെ നല്ല ശരിയാണോ? നീ കെട്ടിയോ കാണുന്നത് ഇവിടെ കാണിക്കുന്നത് കുഴപ്പമില്ല. നീ എന്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഭർത്താവ് ഇവിടെ കാണിക്കുന്നത് നീ പ്രശ്നം. എന്റെ വീട്ടിൽ വന്നല്ലേടാ പോക്കൃത്തരം കാണിക്കുന്നത്? ഇങ്ങനെ നിന്റെ വീട്ടിൽ വന്നാണ് പോക്കൃത്തരം കാണിക്കുന്നത്? എന്ത് പോകരുതായാലും എന്തുവാ? എവിടെയും പോണ്ട, എവിടെ നീ പോവില്ല. സമ്മതിക്കാൻ വിടേ, അവനെ വിടേ. എന്താണ് ചേട്ടാ പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ നീ. ഞങ്ങള് പിന്നെ ഇവിടെ നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതൊന്നും അല്ലല്ലോ. നിങ്ങളെ ഞാൻ ഇവിടെ താമസിപ്പിക്കുന്നേ ഇല്ല. പക്ഷെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോണം. ഇനി മേലെ അവ ഈ വീട്ടിൽ കയറല്ലേ. എന്തായാലും വരില്ല. ഇത് എന്നെ ഇന്നലെ നീ പറഞ്ഞിട്ടാണ് പറയുമ്പോ പോയത്. മാന്യമായിട്ട് സംസാരിക്കണം. ഇയാൾ ചെയ്ത കാര്യമാണ് ഞാൻ പറയണത്. ഇയാൾ എത്ര വട്ടം ഞാൻ എന്തോ ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്നെ ഡി പൊടി എന്ന് വിളിക്കല്ലേ, ഇവളെ വിളിക്കണം എടി പൊടി എന്നൊക്കെ. ഞാൻ വെള്ളം അടിച്ചു, ഓക്കെ. ഞാൻ എന്റെ പെഗ് അടിച്ചു, ഓക്കെ, അത് സമ്മതിക്കാം. അല്ല ചുമ്മാ ആവശ്യമില്ലാത്ത വെള്ളത്തിൽ എന്റെ അടുത്ത് എടുക്കുക. നീ എന്തോ അവളെ ഇങ്ങനെ എന്തേലും ഇരിക്കുന്നത് ഇങ്ങനെ. നമുക്ക് പോകാം. അളിയാ, വാ. അളിയാ, നീ ഇതിനൊരു നീ വീട്ടിൽ കയറുവോ? നീ അവിടെ വരില്ലേ? ഇനി വരത്തില്ല. നീ എന്തേലും സാധനം കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞത്? എന്തേലും സാധനം കൊടുക്കാൻ വന്നെന്ന് പറഞ്ഞു. എന്തോ സാധനം കൊടുക്കാൻ വന്നെന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നിട്ട് പെൺഡ്രൈവ് എന്തേലും പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ടോ? എന്തേലും കൊടുത്തിട്ടുണ്ട്? അളിയാ അളിയാന്ന് പറഞ്ഞോണ്ട് നാണയില്ലല്ല. ഇങ്ങനെ വേണം ആദ്യം അടിക്കാം. ഇങ്ങനെ അവക്ക് വട്ടറാ. അളിയാ, വാ. നിനക്കിപ്പൊ നാക്കില്ലേടാ? നിനക്ക് എന്തേലും പോവാടി, എന്തേലും പോവാടി. തടഞ്ഞു നിർത്തുന്നത് എന്തിനാടി? നീയാ എന്തുവാടാ? എടാ എന്തോന്നാടാ സോറി അളിയാ. പറഞ്ഞ കേക്ക്. എന്താന്ന് പറഞ്ഞു? നീ ഇപ്പൊ എന്തോന്ന് എന്നെ വിളിച്ചത്? എന്തോന്ന് വിളിച്ചത്? നിനക്ക് പ്രായത്തിന്റെ ഒരു ഇത് പോലെ ഇല്ലല്ലേ? സോറി ഞാനത് ഞാൻ ബോധ്യമല്ലാണ്ട് ഞാൻ എന്തോന്ന് കോല അടിച്ച് പൊട്ടിക്കാണ് വേണ്ടത് നിന്റെ കടലേ. ആരെയാടേ? ആരെയാ? എന്തോന്ന് അനാവശ്യം? ഇപ്പൊ നിന്റെ ഭർത്താവിന് പറയാവോ? നിന്റെ ഭർത്താവിന് പറയാവോ? ആരെയാടാ അവളെ? അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തേലും അനാവശ്യം നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ അവൻ എന്തോന്നാണ് പറഞ്ഞത്? എന്റെ വീട്ടിൽ കയറി എന്നെ എടീന്ന് വിളിക്കാൻ നീ ആരടാ? ഞാൻ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈ വെക്കാറില്ല. ആ അതുകൊണ്ട് നീ എന്റെ ഒന്ന് കൈ വെച്ചാടാ. നീ ഒന്ന് കൈ വെച്ചാണ്. അളിയാ, നീ ഒന്ന് അളിയാടെ അവനാ. കൈ വെയ്യടാ. എന്തോ നിങ്ങളെ കാണിക്കുന്നത്? കൈ വെയ്യടാ. നീ അല്ലേ പറഞ്ഞ പെണ്ണുങ്ങളെ അളിയാ, വീട്ടിൽ നോക്കടാ. വീട്ടിൽ നോക്കടാ. നീ അല്ലേ വിളിച്ച എന്നെ ഇവിടെ വീട്ടിൽ കയറ്റി? എന്നിട്ട് നീ തോന്നിയാസം കാണിക്കെന്തിനാ? എന്റെ പെമ്പറന്നല്ലേ ദേഹത്തോടാ. ഡേയ്, നിങ്ങൾ അങ്ങോട്ട് പോയേ. എന്താന്ന് പോയെ? പിന്നെ അല്ല അവൻ പറഞ്ഞിട്ട് പോയത് ചെയ്തിട്ട് പോട്ട്. അപ്പൊ ഇനി നീ ചെയ്തിട്ട് പോയാ മതി. നീ ഇപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞല്ലേ? നീ ചെയ്തിട്ട് പോയാ മതി. ഇവനെതിരെ കേസ് വേണം കൊടുക്കേണ്ട. ഇവനെതിരെ കേസ് കള്ളായി കേസ് കൊടുക്കുന്ന നീ ഇപ്പൊ ചെയ്തിട്ട് പോയാ മതി. ചെയ്തിട്ട് പോടാ. എന്തിനാ? എന്നിട്ട് ഇത്രയും കാണിച്ചിട്ടും നിന്റെ ഭാര്യ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതാ അവൾക്ക് എന്നെ വിശ്വാസം. നല്ല ഭയങ്കര ഭാര്യ. വിശ്വാസം. മനസ്സിലായി, നല്ല ഒരു ഭാര്യ. പെണ്ണിന്റെ ഇത് മനസ്സിലായി. ശരിയായിക്കോട്ടെ. നല്ല ഭാര്യ തന്നെ. മനസ്സിലാക്കിക്കോ. ഞങ്ങളിപ്പോ നീ ഇവൻ പറഞ്ഞ കാര്യം ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയാ മതി. എടാ പിന്നെ പറഞ്ഞ എന്തോന്നാണ് കാര്യം നോക്കിക്കോണം. ഞാൻ പറഞ്ഞേക്കാം. എന്തോന്ന് കാര്യം നോക്കണം? കുറച്ച് നേരായിട്ട് പറയാം. അതെ എന്തോന്ന് കാര്യം നോക്കണം? കൈ തൊടരുതെന്ന്. നിന്റെ ഭർത്താവ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് അടിക്കുന്നത് അങ്ങനെയാണല്ലേ ഇങ്ങനെ കുടിച്ച് ഇതായിട്ട് നിൽക്കുന്നത്? അയാളെ അടിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം എന്റെ അടുത്ത് അപ്പം നിനക്ക് നാക്കൊന്നും ഇല്ലായിരുന്നാ? എവ മോശമായിട്ട് പറഞ്ഞപ്പോ അപ്പം നിനക്ക് നാക്കില്ലേ? ഇപ്പൊ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? എന്താ പറഞ്ഞു? എവ എന്തോന്നൊക്കെ പറഞ്ഞു? എന്ത് പറഞ്ഞു? പെണ്ണും പിള്ള പിന്നെ ദേഷ്യം വരുമ്പം എന്തോ ദേഷ്യം എന്റെ കൈ തൊട്ടത് അയാള്. എടി നിന്റെ കൈ ഞാൻ മുട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഞാൻ മോശമായിട്ട് വന്നോ? മോശമായിട്ടല്ലേ? ഇങ്ങനെയാണോ ഒരു ഗ്ലാസ് തരണത് ഒരാൾക്ക്? നീ ഒന്ന് വാ, നമുക്ക് പോകാം. നീ അവിടെ നിന്നാ മതി. നീ എന്തോന്നാ ചെയ്ത് കാണിക്കുമെന്നല്ലേ പറഞ്ഞത്? അത് കാണിച്ചിട്ട് നീ പോയാ മതി. മനസ്സിലായോ? മോശമായ ഓരോ കൂട്ടുകെട്ടുകളാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നത്. നീ കാണിച്ചിട്ട് പോയാ മതി. ചെയ്തില്ല. നീ എന്തിനാ എന്നെ വഴക്ക് പറയാൻ നിൽക്കുന്നത്? വാ നീ കാണിച്ചിട്ട് ഇവര് ബോധം വരുമ്പോ ഞാൻ അവനെ അല്ലാതെ കണ്ടോളാം. നീ കാണിച്ചിട്ട് പോയാ മതി. നിന്റെ ഭാര്യ മണങ്ങി പൊട്ടിക്കോട്ടെ. നീ കാണിച്ചിട്ട് പോയാ മതി കേട്ടാ. വീട് അപ്പുറം ഇപ്പുറം നീ അതെ എനിക്കറിയാം. അപ്പുറം ആളുണ്ടാന്ന്. ഇത്രയും ആയില്ലേ? പറ്റിപ്പോയി മോളെ. നീ ഞാൻ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റാണ് നീ ക്ഷമിക്കേ. ക്ഷമിക്കാൻ പറ്റൂല. ഇയാളെ കള്ള് കയറുമ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തോന്നാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വികാരം? എന്തോന്ന് എന്തുമായത്? ദേഹത്ത് തൊടരുത്. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് പിടിക്കാത്ത കാര്യമാണ്. എന്തോന്ന് പിടിച്ചാ എന്താ നീ? നീ അടിച്ചു നോക്കിയാ അത് കത്രക്ക് ഇതാണ്. നീ കുറെ നേരം വായില് മാർക്കടി എന്തോ ചെയ്യട്ടെ. എനിക്ക് പറയാം. നീ എന്തോ കാണിക്കുമെന്ന് പറഞ്ഞല്ലേ? എന്തോടോ പിന്നെ അവൻ എന്തോന്ന് ഇപ്പൊ പറഞ്ഞത്? എനിക്ക് കൈ നൂർത്തോട് തര അറിയാൻ എനിക്ക് നൂത്ത് തന്നേണു. തോടോ കൊണ്ടോ ഇത് എന്തോന്ന് നിങ്ങൾക്ക് അടിക്കണമെന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിനെ. ഇത്രയും ഇവനല്ലേ? ഞാൻ എന്റെ ഭർത്താവിനെ അടിക്കുന്നുണ്ടിന്. നീ എന്തേരടാ വീട്ടിൽ കയറി വന്ന് കാണിക്കുന്നത്? ഇന്ന് ഇവിടെ നിന്ന് പോവും. വരുന്നില്ലാന്ന് വൈകിട്ട് വല്ലതും കൊണ്ട് തരാതെ പറഞ്ഞില്ലേ?
നീ ഇവിടുന്ന് നീ കുറെ നേരം ആവശ്യമില്ലാതെ ഇതാക്കരുത്. നീ ഇനി ഇവിടുന്ന് പോവൂല, അത്രേ ഉള്ളു. ചേട്ടന്മാരെ വിളി ചേച്ചി, അല്ലാതെ ശരിയാവൂല. ആരെ വിളിക്കാൻ? ഇവന് 2 എണ്ണം കൊടുത്ത് തന്നെ വിടണം. ഇവന് 2 എണ്ണം. നീ ഇവിടെ നിന്നാ മതി, ഇവിടുന്ന് പോവൂല. അവനെ അടുപ്പിക്കും. അവനെ അടുപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടാ. നീ പാപിച്ചേണ്ട. പോലീസുകാർ വീട്ടിൽ വരട്ടെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞോളാം. ഇവിടുന്ന് പോണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനം. അവിടെ നില്ലടാ, അവിടെ നില്ലടാ. ഇവിടുന്ന് നീ അനങ്ങൂല, പോടാ അങ്ങോട്ട്. അവരുടെ വീട്ടിൽ കയറി വീട്ടിൽ കയറും. എന്താ ഇവിടെ നിന്നാലേ പരിപാടി നിർത്തിക്കൊണ്ടിരുന്നോ? ഇവിടെ നിന്നാ മതി. നീ വാ, നമുക്ക് പോകാം. എന്തോന്ന് മാറടി, ഇങ്ങോട്ട് വാ. നീ എങ്ങും പോവൂല ഇനി. അവിടെ നില്ല്. നിങ്ങൾ അങ്ങോട്ട് പോ. എന്തോന്ന്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഞാൻ വരാം. എനിക്ക് നീ പൊയ്ക്കോ. നീ അത്യാവശ്യം പൊയ്ക്കോ. ഞാൻ മാത്രം പോകുന്ന ഇങ്ങനെ എന്റെ ഭർത്താവില്ലാതെ. ഭർത്താവ് കൂടെ എനിക്ക് കയറി വരാൻ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് അറിയായിരുന്നല്ലേ? ഇപ്പൊ ആ കൊച്ചു വന്ന് വിളിച്ചപ്പോഴല്ലേ നീ കയറി വന്നത്? ബാബു 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 ഇവിടുന്ന് എങ്ങും പോവൂല. അവിടെ നില്ലേ. ചേട്ടനെ വിളിക്കട്ടെ. നീ കുറെ നേരമായി. ആ ചേട്ടൻ എന്നെ വിളിക്കാൻ ഞാൻ ക്ഷമ ചോദിച്ചു, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ചുമ്മാ ആവശ്യമായി അവളുടെ മുന്നിട്ട് ഇത്രയും നിങ്ങൾ എന്റെ അടുത്ത് സംസാരിച്ചു. ഒരു മര്യാദ വേണം. നിന്റെ ഭർത്താവ് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിന്റെ ഭാര്യ പോടാ. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞേ. നിന്റെ ഭാര്യ അത് എനിക്ക് അന്വേഷിച്ചു. നീ അവനെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന പോലെ അല്ല എന്റെ ഭാര്യ. ഇവിടെ ഈ പരിവായത് ഇത് തന്നെ. നിന്നെ പോലെ ഉള്ളവരെ നീ എവിടെ പോകും? അങ്ങോട്ട് പോണം. ഞങ്ങള് വിടത്തില്ലെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും പോക്കർത്തരം കാണിച്ചിട്ട് എന്തോന്ന് ചേച്ചി, എന്തോന്നത്? ഞാൻ കാണുമ്പോ ഉണ്ടായ പ്രശ്നമല്ല. അവൻ വിളിച്ചോണ്ട് ഞാൻ വന്ന് 2 വെഗ് അടിച്ചതേ ഉള്ളൂ. അല്ല വേറെ ഇന്നലെ നിന്റെ അടുത്ത് ഇവിടെ വരലെന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തിനു വിളിച്ചപ്പോ ഓടി വന്നാ തിരി ഇങ്ങോട്ട്? ഞാൻ നീ ഇവിടെ വാ, നമുക്ക് പോകാം. ഞങ്ങളൊന്ന് പോകട്ടെ. ഇവിടെ നിന്ന് എങ്ങും പോകൂല. എന്താ ഇവിടെ കിടന്നുറങ്ങ? നീ എന്താ കാണിക്കണ? നീ മനുഷ്യരുടെ മനസ്സമയത്ത് അടിച്ചിട്ട് കിടക്കാൻ സമ്മതിക്കണ? നീ അടിച്ചിട്ട് കിടക്കാൻ സമ്മതിക്കില്ലേ? കുറെ നേരം വേണ്ട തീർക്കണം. പെണ്ണ കൈ എന്തുവാടാ നിനക്ക്? എന്താ നിന്റെ അടുത്ത് പറഞ്ഞാ മിണ്ടായിരിക്കാൻ പറഞ്ഞാടാ? നിന്റെ അടുത്ത് പറഞ്ഞാടാ മിണ്ടായിരിക്കാൻ പറഞ്ഞാടാ? എന്താണ് ഭഗവാനെ, പെണ്ണ പ്രാണ അടിയെ കിടക്കണം. എന്തോന്നത്? മനുഷ്യ അങ്ങോട്ട് ചേച്ചി മാറിയിരിക്കും അങ്ങോട്ട്. പാരി അടിച്ചോളി. 100 തവണ പറഞ്ഞത്. ഇന്ന് പോവോ? ഇന്ന് പോവില്ല. ഇനി പോയാലും മതി. ഇന്നിവിടെ നിൽക്കൂ. ആരെങ്കിലും അപ്പൊ ഞാൻ അടിക്കുന്നേ. കുടിച്ച് 100 തവണ പറഞ്ഞോ. മാറിക്കണം. നീ ഉണ്ടാക്കുന്ന ഇത്ര വിഷം ഉണ്ടാക്കിയത് അല്ല മര്യാദക്ക് പോയത്. അവിടെ പിടിച്ചതാണ്. നിന്റെ പെണ്ണുമ്പിളൊക്കെ അടിക്കുന്നത് അവളുടെ നേരത്തെ കൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അടിക്കണം. കുപ്പി മാറ്റി മാറ്റി. ഞാൻ പറഞ്ഞേക്ക് വെള്ളത്തിന് പുറത്തേക്ക് അറിയാം. മാറി നീ എന്താ പെണ്ണ പറയാടാ? യവനെ ഇവിടെ നിന്ന് പറഞ്ഞില്ല. ഞാൻ അവനെ വിളിക്കുന്നത്. എന്നാ പറഞ്ഞു? അയാൾ ആദ്യം ഇവിടെ പറയാം. അയാളെ ഇത്രയും വിഷം ഉണ്ടാക്കി. ഇയാൾ രാവിലെ കൊണ്ട് കുപ്പി കൊടുത്താൽ ഇവ അടിക്കാൻ കാര്യം. ഞാൻ എന്തോടെ പറഞ്ഞ നിങ്ങളവിടെ പോയി മതിയായി നിനക്ക്? എന്തോന്ന് മതിയായ? ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ഇത്രയും വർഷം നല്ല കാര്യം. നീ എന്ന് പറഞ്ഞു ചേച്ചി മാറ്. ഇപ്പൊ ഞാൻ
ഇത് ഭ്രാന്തനാണ് നമുക്ക്. ഭ്രാന്ത് തന്നെ. ഒന്ന് പറഞ്ഞു ഞാൻ ഇവിടെ മര്യാദ കിടക്കാണ്. എന്നെ പറയാൻ ഞാൻ ഉറങ്ങിക്കോട്ട് അമ്മ. എവിടെ പോകുന്നില്ല കൂടെ? എവിടെയാണ് പോടെ? രണ്ടെണ്ണം കൂടെ എവിടെ പോണു? ഞങ്ങൾ പറയാതെ നിങ്ങൾ പോവോ? ഈ കൗമുദി ടിവിയിലെ ഓമയ കൊടുകാർ പറയാതെ നിങ്ങൾ പോകണം. പോവോ? അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. പറയണം. പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അല്ലേ മീറ്റിംഗിനല്ലേ അർജന്റായിട്ട് കൗമുദിക്കാർ പറയാതെ നിങ്ങൾ ഇവിടെ പോവുകയും മീറ്റിംഗിന് ഞാൻ പറഞ്ഞാലേ വരാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നില്ല വരാൻ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇത് സ്ഥിരമുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടിയാലും ഒരു കുറവില്ലേ? കിട്ടണം. താങ്ക് യു. സ്കിനാറ്റോ നൽകുന്ന സമ്മാനം, ബീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, ഗുണവും മണവും മേന്മയുമുള്ള കായം BB കായം നൽകുന്ന സമ്മാനം,